ഈ കാണുന്നതൊക്കെ തായ്ലൻഡ് പിങ്കുവയാണ്. അതൊക്കെ കാ പിടിച്ച് കിടപ്പുണ്ട്. ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സിലും നല്ലപോലെ കാ പിടിച്ച് കിടപ്പുണ്ട്. ചെറിയ പ്ലാന്റ്സ് ആണ്. ഒരു കൂടിപ്പോയി ഒരു 3-3.5 അടി ഹൈറ്റേ ഉള്ളൂ. പക്ഷെ കണ്ടാൽ അറിയാം എല്ലാത്തിനും നല്ലപോലെ കാ പിടിച്ച് കിടപ്പുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, മൂട് തൊട്ട് അറ്റം വരെ കായാണ്. ഈ കാണുന്നതൊക്കെ ജബോട്ടിക്കാബയുടെ വലിയ പ്ലാന്റ്സ് ആണ്. അത് കണ്ടാൽ തന്നെ അറിയാം ഒരു 10-11 അടിക്ക് മേളിൽ ഹൈറ്റ് ഉണ്ട്. ഇതെല്ലാം കാഴ്ച പ്ലാന്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ. അതിനകത്ത് തന്നെ കാ നിപ്പുണ്ട്. നമുക്കറിയാമല്ലോ, നഴ്സറിയിലേക്ക് ആകുമ്പോൾ വരുന്നവരൊക്കെ കഴിച്ചിട്ട് ബാക്കി അതിനകത്ത് കാണത്തുള്ളൂ. അപ്പോൾ ആ കണ്ടതിൻ്റെ ചെറിയ തൈകളാണ് ഈ കാണുന്നതൊക്കെ. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷായിട്ട് നിറച്ചിരിപ്പുണ്ട്. ഈ കാണുന്നതൊക്കെ ജയൻ്റ് അബിയുടെ പ്ലാന്റ്സ് ആണ്. ചെറിയ പ്ലാന്റ്സ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വലിയ പ്ലാന്റ്സ് ആണ് ഈ നിൽക്കുന്നതൊക്കെ. കണ്ടാൽ തന്നെ അറിയാം. ഈ കാണുന്നത് പ്ലംസിൻ്റെ പ്ലാന്റ്സ് ആണ്. നല്ല ബുഷായിട്ട് നല്ല തളിരിട്ട് നിപ്പുണ്ട്. കാണാൻ നല്ല നല്ല അടിപൊളിയാണ്. ഈ കാണുന്നത് വൈറ്റ് ലോഗനാണ്. വൈറ്റ് ലോഗൻ്റെ പ്ലാന്റ്സ് ആണ് കാണുന്നത്. ഈ കാണുന്നത് വിയറ്റ്നാം മാൾട്ടയാണ്. വിയറ്റ്നാം മാൾട്ട നല്ല അടിപൊളി ഒരു മുസംബി വെറൈറ്റിയാണ്. ഇപ്പുറത്ത് ഈ കാഴ്ച നിൽക്കുന്ന വലിയ പ്ലാന്റ് ഇന്ത്യൻ മുസംബിയുടേതാണ്. ഈ കാണുന്നത് നമ്മൾ ആഞ്ഞിലി ചക്ക വിഭാഗത്തിൽപ്പെട്ട വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് കെൽഡാൻ എന്നാണ്. ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, ഏകദേശം ഒരു 5 അടി ഹൈറ്റൊക്കെ ആയ പ്ലാന്റാണ് ഇവിടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്നതൊക്കെ പേരയുടെ തന്നെ വലിയ സൈസ് പ്ലാന്റ്സ് ആണ്. ഏകദേശം ഒരു 10 അടിക്ക് മേളിൽ ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാത്തിനും നല്ലപോലെ കാ പിടിച്ച് കിടപ്പുണ്ട്. ഈ കാണുന്നത് മാംഗോയിലെ കല്ല് കിട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റ്സ് ആണ്, ഹോം ഗ്രൗണ്ടിൻ്റെ പ്ലാന്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഈ കാണുന്നത് ഓറഞ്ചിൻ്റെ പ്ലാന്റ്സ് ആണ്. നമുക്ക് വില പറയാൻ പറ്റില്ല, കാരണം ഇത് വില പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വീഡിയോ കറക്റ്റായിട്ട് മതിയാവില്ല. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വില അറിയാൻ പറ്റും. അത് ഈ കാണുന്ന തായ് കിങ് ജമും നമ്മളെ ഞാവൽപ്പഴമാണ്. അതിൽ തന്നെ ഒരു വലിയൊരു കായ് വലിപ്പം വരുന്നൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് വൈറ്റ് ഞാവലാണ്. നമ്മുടെ നാടൻ ഞാവൽ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊന്നും ചെറിയ സൈസ് പ്ലാന്റ്സ് അല്ല, ഒരു 2 അടി 3 അടി ഹൈറ്റായ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ തന്നെ 10 അടിക്ക് മേളിൽ ഹൈറ്റായ പ്ലാന്റ്സ് ഇവിടെ ഒത്തിരി നിൽപ്പുണ്ട്. കണ്ടാൽ തന്നെ അറിയാം. ഈ കാണുന്നത് ആപ്പിൾ ചെറി, വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. ഇത് വലിയ സൈസ് പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. 5 അടിക്ക് മേളിൽ ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നീലം മാംഗോ വെറൈറ്റിയാണ്. അത്യാവശ്യം ഹെൽത്തി പ്ലാന്റ്സ് ആണ്. 2 അടി 3 അടി ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത് മൊത്തം. അതിൻ്റെ തന്നെ വലിയ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. 7 അടിക്ക് മേളിൽ ഹൈറ്റ് വരുന്ന പ്ലാന്റ്സ്. ഈ കാണുന്നതൊക്കെ ലോഗൻ്റെ പ്ലാന്റ്സ് ആണ്. ലോഗൻ്റെ പ്ലാന്റ്സ് ഇവിടെ ഒത്തിരി നിൽപ്പുണ്ട്. ഇതെല്ലാം 3-4 അടി ഹൈറ്റായ പ്ലാന്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. അത് കണ്ടാൽ അറിയാം. കാണുന്നത് മൽഗോ എന്ന് പറയുന്ന അതിൻ്റെ വെറൈറ്റിയാണ്. കാണുന്നതൊക്കെ ചെറിയ പ്ലാന്റ്സ് ആണ്. അതിൽ നല്ല വലിയ പ്ലാന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. കടാന്നത് കണ്ടില്ല, നല്ല വലിയ സൈസാണ്. കാണുന്നത് പിണംപുളിയാണ്. പിണംപുളി നല്ലതാ, എല്ലാവരും പിടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റാർ ഫ്രൂട്ടാണ്. നമ്മൾ തിരുവനന്തപുരത്തിന് ആനപ്പുളിഞ്ചി എന്ന് അറിയപ്പെടും. അതിൻ്റെ തന്നെ നല്ല സ്വീറ്റായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ 10 അടിക്ക് മേളിൽ ഹൈറ്റുള്ളതാണ്. എല്ലാം പൂവ് കായുമായിട്ട് ഇപ്പോഴുള്ള പ്ലാന്റ്സ് ആണ്. അതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. സ്റ്റാർ ഫ്രൂട്ട് B70 നല്ല മധുരം വരുന്നൊരു വെറൈറ്റിയാണ്. ഈ കാണുന്നതൊക്കെ വിയറ്റ്നാം സൂപ്പർ എർലിയുടെ വലിയ പ്ലാന്റ്സ് ആണ്. 5 അടി 6 അടി ഹൈറ്റൊക്കെ ആയ വലിയ പ്ലാന്റ്സ് ആണ്. നല്ലപോലെ ഇരിപ്പുണ്ട് ഇവിടെ. വലിയ ഗ്രോ ബാഗിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നത് ബ്രസീലിയൻ ചെറി എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. അത് വലിയ പ്ലാന്റ് ആണ്, വലിയ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം ഒരു 8 അടിക്ക് മേളിൽ ഹൈറ്റുള്ള വലിയ പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ റെഡ് പൊമേലോ എന്ന് പറയുന്നതിൻ്റെ വെറൈറ്റികളാണ്. ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ സീഡ്ലെസ് നാരകത്തിൻ്റെ പ്ലാന്റ്സ് ആണ്. വലിയ പ്ലാന്റ്സ് ആണ്. എല്ലാം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്, ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ആയിട്ട്. അപ്പോൾ വീട്ടിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉദ്ദേശമുള്ളവർക്ക് ചട്ടിയിലും ഡ്രമ്മിലൊക്കെ ഇവിടെ ചെടി വച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്.
വലിയ പ്ലാന്റ്സ് ആണ്. ഈ കാണുന്നതൊക്കെ സീഡ് ഫ്രീ ജാക്ക്, സീഡ്ലെസ് ജാക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അതൊക്കെ ഒത്തിരി പ്ലാന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇത് J33യുടെ ചെറിയ സൈസ് പ്ലാന്റ്സ് ആണ്. എല്ലാം നല്ല ഹെവി കളക്ഷനാണ് ഇവിടെ ഉള്ളതൊക്കെ, പ്ലാവിൻ്റെയൊക്കെ. ഇത് സിന്ദൂർ വരിക്ക എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതൊക്കെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഈ സൈഡിൽ മൊത്തം കാണുന്നത്. ഈ കാണുന്നത് നങ്കടാക്ക് എന്നറിയുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ തൈകളാണ് ഈ കാണുന്നത് ഒക്കെ. എല്ലാം 3 അടി 4 അടി ഹൈറ്റായ പ്ലാന്റ്സ് ഒക്കെ നിൽപ്പുണ്ട്. ഈ കാണുന്നത് ജാക്കിൻ്റെ തന്നെ ഡങ് സൂര്യ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം ഇവിടെ തന്നെ ചെയ്യുന്നതാണ്, ഗ്രീൻസ് നഴ്സറി തന്നെ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കൂടുതലും ഇതിനകത്ത് പ്ലാവിൻ്റെയൊക്കെ ഇരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ അമ്പഴമാണ്, സ്വീറ്റ് അമ്പഴം. എല്ലാത്തിനും നല്ലപോലെ തന്നെ കായ പിടിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ലാത്തതുകൊണ്ട് നിറച്ച് കായ പിടിച്ച് കിടക്കും. ഫുൾ ടൈം കായ ഉണ്ടാവും അതിനകത്ത് മൊത്തം. ഈ കാണുന്നതൊക്കെ പ്ലാവിൻ്റെ തന്നെ J33 പെടുന്ന കുറച്ചുകൂടി വലിയ സൈസ് പ്ലാന്റ് ആണ്. ഈ കാണുന്നത് ജബോട്ടിക്കാബയുടെ പ്ലാന്റ്സ് ആണ്. ജബോട്ടിക്കാബ ഇതിനകത്ത് ചട്ടിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചട്ടിയിലൊക്കെ പ്ലാന്റ്സ് ഇവരുടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ട് വയ്ക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഈ കാണുന്നത് EVR ജാക്കാണ്. അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് EVR ജാക്ക്. അപ്പോൾ അതിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന പ്ലാന്റ്സ് ഒക്കെ പ്ലാവുകളിലെ വിയറ്റ്നാം സൂപ്പർ എല്ലയുടെയൊക്കെയാണ്. ഈ കാണുന്നത് നമ്മുടെ സീതപ്പഴത്തിൻ്റെ ഗോൾഡ് വെറൈറ്റിയാണ്. അതിൽ നല്ലപോലെ കാ പിടിച്ചടപ്പുണ്ട്. വലിയ സൈസ് പ്ലാന്റ് ആണ് ഇരിക്കുന്ന മൊത്തം. അതൊക്കെ ലൂബിയാണ്, സ്വീറ്റ് ലൂബി. അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഒരു 3 അടി ഹൈറ്റൊക്കെ ആയത്. എൻ്റെ തന്നെ വലിയ പ്ലാന്റ്സ് ഇതായിരിപ്പുണ്ട്, 5 അടി 6 അടി ഹൈറ്റൊക്കെ ആയത്. ഈ കാണുന്നതൊക്കെ ഡോരിയൻ ചൈനി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത്യാവശ്യം 4 അടി 5 അടി ഹൈറ്റൊക്കെ ആയ വലിയ പ്ലാന്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഇവിടെ ഇതിൻ്റെ ഈ ഗ്രീൻസ് നഴ്സറി എന്ന് പറയുന്ന ഗാർഡൻ്റെ സെൻട്രലായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന കുളമാണ്. കുളത്തിനകത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കി അറിയാം. ഇവിടെ അരയന്നൊക്കെ സൈഡിൽ ഇവിടെ എന്തൊരു ഭംഗിയാണ്. അതിനകത്ത് സിലോപ്പി ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല.